നമ്മളൊക്കെ കണ്ടതാണ് അസർബൈജാനിൻ്റെ വിമാനം കസാക്കിസ്ഥാനിൽ തകർന്നങ്ങ് വീഴുന്ന ആ വീഡിയോ. വല്ലാതെ സങ്കടത്തോടെയാണ് ആ വാർത്ത എല്ലാവരും അറിഞ്ഞത്. ഒരുപാട് പ്രതീക്ഷയുമായി ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്. എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാകും. വിമാനയാത്രയിൽ വൈമധ്യം അവരൊക്കെ അറിയുന്നു, വിമാനത്തിൻ്റെ തകരാറുകൾ അറിയുന്നു, എല്ലാവരെയും അറിയിക്കുന്നു. ഓരോ ആളുകളും കരയുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതിലൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഒരാൾ വല്ലാതെ ഉച്ചത്തിൽ ഒരു പരിഭ്രാന്തിയോ വെപ്രാളമോ ഒന്നുമില്ലാതെ ഉറക്കെ ചൊല്ലുന്നുണ്ട് ഷഹാദത്ത് കലിമ. ഉറക്കെ ഉച്ചരിച്ചിട്ട് ചൊല്ലിയിട്ട് ഷഹാദത്ത് കലിമയുടെ ഒരു വീഡിയോ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം വിമാനം തകർന്ന് വീഴുമ്പോഴും കുറച്ചാളുകൾ രക്ഷപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. രക്ഷപ്പെട്ട ഉടനെ അദ്ദേഹം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ഒരു സമയത്തിലും ഒരു പരിഭ്രാന്തിയുമില്ലാതെ എന്തൊരു ഈമാനാ ആ മനുഷ്യൻ്റേത്. അല്ലാഹു നമ്മുടെ അവസാന സമയം ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഒരു അവസാന സമയം അദ്ദേഹം പതറാതെ തകരാതെ ഉറക്കെ അള്ളാനെ വിളിച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലുന്നുണ്ട്. എന്നിട്ട് രക്ഷപ്പെടുകയും അദ്ദേഹം ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. ഇതുപോലെയാകണം നമ്മുടെ ഈമാനും. മരണം മുന്നിൽ കണ്ട സമയം അള്ളാനെ ഓർത്തു. അല്ലാഹു നമുക്കൊക്കെ അവസാന സമയം, നമ്മുടെ അവസാന നിമിഷം ഈമാനോടുകൂടി മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ.